ജി ടി എഡ്യൂക്കേഷൻ്റെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കെമിസ്ട്രി പരീക്ഷയ്ക്ക് അതായത് 4ാമത്തെ ചാപ്റ്റർ, അതായത് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസിലെ SLC എക്സാമിനേഷൻ 2023 ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പാഠഭാഗങ്ങൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. എന്തായാലും നിങ്ങൾക്കൊരു A+ വാങ്ങിക്കുവാനായിട്ട് ഈ ചാനൽ നിങ്ങളെ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. അതിന് നിങ്ങൾ കഴിയുമാറാകട്ടെ. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ചൂസ് ദ സ്യൂട്ടബിൾ മെത്തേഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ഫ്രം ദ ബ്രാക്കറ്റ്. അപ്പോൾ ബ്രാക്കറ്റിൽ കുറച്ച് മെത്തേഡ്സ് തന്നിട്ടുണ്ട്. നമുക്കറിയാം ചാപ്റ്റർ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് ആണ്. ലിക്വേഷൻ, ലീച്ചിങ്, ഫ്രോത്ത്, ഫ്ലോട്ടേഷൻ, ഡിസ്റ്റിലേഷൻ. ഇത് എന്താണിത് ഓരോന്നും നമുക്ക് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നതാണ് കോൺസെൻട്രേഷൻ ഓഫ് ദ സൾഫൈഡ് ഓർസ്. അപ്പോൾ സൾഫൈഡ് ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സിൻ്റെ പേരെന്താണ്? അപ്പോൾ പ്രോസസ്സിൻ്റെ പേര് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സാണ്. അപ്പോൾ നമുക്കറിയാം മെറ്റലർജി എന്താണെന്നും അതിൻ്റെ സ്റ്റെപ്സിലുള്ള ആദ്യത്തെ സ്റ്റെപ്സിലുള്ളതാണ് കോൺസെൻട്രേഷൻ. അപ്പോൾ അതിൽ കോൺസെൻട്രേഷൻ ഓഫ് സൾഫൈഡ് ഓർസിനെ കോൺസെൻട്രേഷൻ ചെയ്യാനുള്ള മെത്തേഡിൻ്റെ പേരാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതും അത് അതിലുണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ വീഡിയോ ആയിട്ട് ഇടാവുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം, റിഫൈനിങ് മെറ്റൽസ് വിത്ത് ലോ ബോയിലിംഗ് പോയിന്റ്സ്. അപ്പോൾ 2 മാർക്കാണ് ഈ ചോദ്യത്തിന്. അതായത് ആദ്യത്തിന് 1 മാർക്ക്, രണ്ടാമത്തേന് റിഫൈനിങ് ഓഫ് മെറ്റൽസ് വിത്ത് ലോ ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസിനെ റിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സിൻ്റെ പേരെന്താണ്? മെറ്റലർജിയിലെ അവസാന പ്രോസസ്സുകളായിട്ട് ഒന്നായിട്ട് വരും റിഫൈനിങ് എന്ന് പറയുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡിസ്റ്റിലേഷൻ ആണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, റിഫൈനിങ് ഓഫ് മെറ്റൽസ് വിത്ത് ലോ ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് കുറവായിട്ടുള്ള മെറ്റൽസ് റിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയും. മലയാളത്തിൽ ഇതിന് സ്വേദനം എന്ന് പറയും. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ഇപ്പോൾ 2 മാർക്കാണ് അതിന് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം അതും 2 മാർക്കിൻ്റെ ചോദ്യമാണ്. മൊത്തം 4 മാർക്കാണ് ഇതിന് ചോദിച്ചിട്ടുള്ളത് 2023 എക്സാമിനേഷൻ. കോൺസെൻട്രേറ്റഡ് ഓർസ് ആർ കൺവേർട്ടഡ് ഇൻ ടു ദെയർ ഓക്സൈഡ്സ് ബൈ 2 പ്രോസസ്. അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത ഓറിനെ അതിൻ്റെ ഓക്സൈഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് 2 പ്രോസസ്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യം, നെയിം ഓഫ് ദ പ്രോസസ് ക്യാരിഡ് ബട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. അപ്പോൾ ഈ എയറിൻ്റെ പ്രസൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എയറിൻ്റെ പ്രസൻസിൽ നടത്തുന്ന ഈ പ്രോസസ്സിൻ്റെ പേരെന്താണ്? റോസ്റ്റിംഗ്. എയറിൻ്റെ പ്രസൻസ് നടത്തുന്ന പ്രോസസ്സിൻ്റെ പേരാണ് റോസ്റ്റിംഗ്. അപ്പോൾ നിങ്ങൾ ഇത് ഓർക്കാൻ എളുപ്പമുള്ള ബുദ്ധിമുട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റിംഗ് ഒക്കെ ആലോചിച്ച് വയ്ക്കുക. എയറിൻ്റെ പ്രസൻസിൽ നടത്തുന്ന ഈ പ്രോസസ്സിൻ്റെ പേരാണ് റോസ്റ്റിംഗ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, വിച്ച് പ്രോസസ് യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് കാർബണേറ്റ് ഓർ. അപ്പോൾ കാർബണേറ്റ് ഓറിൻ്റെ കേസിൽ നമ്മൾ ഏത് പ്രോസസ്സാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാർബണേറ്റ് ഓറാണ് ഉപയോഗിക്കുന്നത്, കാൽസിനേഷനാണ്, കാൽസിനേഷൻ. അപ്പോൾ ഈ പാഠഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഈ ചാപ്റ്റർ മൊത്തം പഠിച്ചാലും ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളും പഠിച്ചാലാണ് നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുക. മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് റെൻസ് തോമസ് സൈനിങ് ഔട്ട്.